Hi all, welcome to eSeek Now. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി അസോസിയേറ്റ് 111 എന്ന പേപ്പറാണ്. സോ പേപ്പറിന്റെ പേരെന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ ഈ ഒരു പേപ്പറിനെ കുറിച്ച് നല്ല ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഔട്ട്ലൈൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആരൊക്കെയാണ് അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന തിയറിസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പേപ്പറിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ആണ്, അതായത് കാൾ മാർക്സിനെ കുറിച്ച്. സോ അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിയെ കുറിച്ചും ഒക്കെ ഡീൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ഫ്രം ദ ഏർലി ലൈഫ് ഓഫ് കാൾ മാർക്സ്. കാൾ മാർക്സിന്റെ ആദ്യകാല ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. 1818 5 മെയ്യിൽ അദ്ദേഹം ഹെനറിറ്റ മാർക്സിന്റെയും മകനായിട്ട് ജർമ്മനിയിലാണ് ജനിക്കുന്നത്. ജർമ്മനിയിലെ ട്രയറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത്. ആ സമയത്ത് നെപ്പോളിയൻ ആയിരുന്നു ജർമ്മനി ഭരിച്ചിരുന്നത്. ജൂത വംശജര് ഏറ്റവും കൂടുതലായിട്ട് പ്രിവിലേജ് അനുഭവിച്ചിരുന്ന ഒരു കാലമായിരുന്നു നെപ്പോളിയന്റെ ഭരണകാലം എന്ന് പറയുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ അന്ന് മുതൽക്ക് ഓരോ കാസ്റ്റിലുള്ളവർ അല്ലെങ്കിൽ ഓരോ റിലീജിയനിൽ വിശ്വസിക്കുന്നവർ പലതരത്തിലുള്ള തൊഴിലുകളായിരുന്നു ചെയ്തിരുന്നത്. ഒരു കാസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുമ്പം അത് പൊതുവായിട്ട് എന്താണ്, അവർ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ്, ട്രഡീഷണൽ ആയിട്ട് ഈ ജൂതന്മാർക്കും എന്താണ് ചില ജോലികൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഒരു മോഡേൺ വേ ഓഫ് ലൈഫ് ഒക്കെ ജൂത്സ് തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത് നെപ്പോളിയന്റെ ഭരണകാലത്തായിരുന്നു. ആ സമയത്ത് എന്താണ്, പലരും കുറച്ചും കൂടി വീക്കർ ആയിരുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പോലും മുന്നോട്ട് വരികയും അവരുടെ ട്രഡീഷണൽ ലൈഫിനെ ഗിവപ്പ് ചെയ്ത് മോഡേൺ ലൈഫൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വാഴ്ചയ്ക്ക് ഒരു ബ്രേക്ക് വരികയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്പോളിയൻ പരാജയപ്പെടുകയും ആ സമയത്ത് തന്നെ നമ്മുടെ കോൺഗ്രസ് ഓഫ് വിയന്ന ജർമ്മനി റെയിൻലാൻഡിനെ പേർഷ്യൻ കിങ്ഡവുമായി ചേർക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ജർമ്മനിയിൽ ഒരു പേർഷ്യൻ കിങ്ഡമിന്റെ റൂളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്ത് ഈ പല ജൂത്സും എന്താണ്, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ അനുഭവിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. കാര്യം എന്താണ്, അവർക്ക് അന്ന് വരെ കിട്ടിയിരുന്ന പ്രിവിലേജ് എല്ലാം അവർക്ക് നഷ്ടപ്പെടുകയും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് അവർ ഇരയാവുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ കാൾ മാർക്സിന്റെ അച്ഛൻ അദ്ദേഹത്തോട് നിയമം പഠിക്കാൻ ആവശ്യപ്പെടുകയും അതേ തുടർന്ന് അദ്ദേഹം ബോൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. 1828 നെപ്പോളിയന്റെ ഭരണവീഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം നിയമം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നത്. അവിടെ നിന്ന് അദ്ദേഹം 1836 ബെർലിനിലേക്ക് പോയി. ഇനി ബെർലിനിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചും കൂടി അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒരു റവല്യൂഷണറി മാർക്സ് എന്ന നിലയിലേക്ക് അദ്ദേഹം മാറുന്നതിന് ഒട്ടേറെ അദ്ദേഹത്തിന്റെ ബെർലിനിലുള്ള ജീവിതം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഹെഗലിയൻ ഫിലോസഫീസുമായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് കാൾ മാർക്സിന് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ബെർലിൻ ഡേയ്സിലായിരുന്നു. നമുക്കറിയാം ഹെഗലിയൻ ഫിലോസഫീസിനെ കുറിച്ച് വരുന്ന യൂണിറ്റുകളിൽ നമ്മൾ പഠിക്കും. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അതിനകത്ത്. സോ അപ്പോൾ ഇത്തരത്തില് ഹെഗലിന്റെ മെറ്റീരിയലിസ്റ്റിക് ഐഡിയാസിനെ കുറിച്ച് ഒട്ടേറെ താല്പര്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കാൾ മാർക്സ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അവിടെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, യങ് ഹെഗലിയൻസും ഓൾഡ് ഹെഗലിയൻസും. ഓൾഡ് ഹെഗലിയൻസ് എന്ന് പറയുന്നത് ഈ ഹെഗലിയൻ ഐഡിയോളജീസിനോട് ഒരു അനുഭാവമുള്ളവർ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഓൾഡ് ഹെഗലിയൻസ് എന്ന് പറയുന്നത്. എന്നാൽ കാൾ മാർക്സ് യങ് ഹെഗലിയൻസ് ആയിരുന്നു, ഹു വെയർ ദ ക്രിട്ടിക്സ്. അതായത് ഹെഗലിയൻ ഫിലോസഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയോളജീസിനെ വിമർശിക്കുന്നവരായിരുന്നു യങ് ഹെഗലിയൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഹെഗലിയൻ ഐഡിയാസിനോട് താല്പര്യമുള്ള കാൾ മാർക്സ് എപ്പോഴാണ് ഇതിനൊരു ക്രിട്ടിക് ആയത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അവിടെ ബെർലിനിലുള്ള കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം എഡ്വാർഡ് ഗെയിംസിന്റെ ഒരുപാട് ലെക്ചേഴ്സ് കേൾക്കാനായിട്ട് ഇടയായി. സോ അത്തരം ലെക്ചേഴ്സിൽ നിന്നും അദ്ദേഹത്തിന് ഹെഗലിയൻ ഫിലോസഫീസിന്റെ പല ലിമിറ്റേഷൻസും മനസ്സിലാവാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ഒരു റിബലായിട്ട് അതിനൊരു ക്രിട്ടിക് എന്ന നിലയിൽ ഒരു പുതിയ ഫിലോസഫി കൊണ്ടുവരണമെന്ന് കാൾ മാർക്സിന് തോന്നുകയും അതിൽ നിന്ന് നമ്മുടെ ഹെഗലിയൻ ഫിലോസഫീസിന്റെ പല ആശയങ്ങളെയും ഉൾക്കൊണ്ട് എന്നാൽ അതിൽ നിന്നും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തി ഒരു പുതിയ ക്രിട്ടിക് ഫോമിലുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ഹിസ്റ്ററിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാനും മാർക്സ് ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെയാണ് അദ്ദേഹം പരിപൂർണമായിട്ടും നിയമ പഠനം ഉപേക്ഷിക്കുകയും ഒരു ഫിലോസഫർ എന്ന നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യാനും തുടങ്ങിയത്.
അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ ബെർലിൻ കാലഘട്ടങ്ങൾ. അപ്പോൾ ബെർലിൻ എങ്ങനെ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ളത് ഇങ്ങനെയാണ്. ഹെഗലിയൻ ഫിലോസഫീസിനോട് ആദ്യം അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്, നമ്മുടെ എഡ്വാർഡ് ഗെയിംസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അദ്ദേഹം ഹെഗലിയൻ ഫിലോസഫിക്ക് ഒരു ക്രിട്ടിക് ആയിട്ട് മാറുകയും അതിനുശേഷം ഒരു ലോ അല്ലെങ്കിൽ ലോയർ എന്ന ഒരു താല്പര്യം ഉപേക്ഷിച്ച് അദ്ദേഹം കംപ്ലീറ്റ്ലി ഒരു ഫിലോസഫർ ആയിട്ട് മാറുന്നതിനുള്ള ഡിസിഷൻ എടുക്കുകയും ചെയ്തു. അവിടെ നിന്നും അദ്ദേഹം പാരീസിലേക്കാണ് പിന്നീട് പോകുന്നത്. പാരീസിൽ എവിടെ ചെന്നപ്പോൾ ഒരു ഫിലോസഫർ എന്ന നിലയിൽ, ഒരു നിയമ പഠന വിദ്യാർത്ഥി എന്നതിനേക്കാൾ ഉപരി ഒരു ഫിലോസഫർ എന്ന് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പല അജണ്ടകളിലും വ്യത്യാസം വന്നു. കാര്യം പാരീസിലുള്ള ആൾക്കാരുടെ സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ കുറിച്ച്, അതായത് സാമ്പത്തികം, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ളതുമായ ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിന് മാർക്സിനുള്ള താല്പര്യം പാരീസിലെത്തിയപ്പോൾ വളരെ വളരെ കൂടാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് അവിടെ വെച്ച് ചിന്തിച്ചിരുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചായിരുന്നു. എന്തുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവം ഒരു പരാജയമായി, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച നിലയിൽ അതിന് ഡെവലപ്പ് ആവാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം കാൾ മാർക്സിനെ എപ്പോഴും കൺസേൺഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഹെഗലിയൻ ഫിലോസഫിയോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു ഫിലോസഫർ ആയിരുന്നു നമ്മുടെ ഹെൻറി സെയിന്റ് സൈമൺ എന്ന് പറയുന്നത്. സോ ഹെൻറി സെയിന്റ് സൈമണിന്റെ പ്രധാനപ്പെട്ട 2 അസംഷൻസ് എന്ന് പറയുന്ന, ഒന്ന്, അദ്ദേഹം പ്രൊഡക്ഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. 2 എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് ആയിരുന്നു. അതായത് മനുഷ്യന്റെ നിലനിൽപ്പ്. മനുഷ്യൻ ഒരു സമൂഹത്തിൽ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മനുഷ്യന്റെ ആഹാരം, വസ്ത്രം, ഷെൽട്ടർ പോലെയുള്ള ഇത്തരം നീഡ്സിനെ പ്രൊഡക്ഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കായിരുന്നു സൈമൺ കൂടുതലായും പ്രാധാന്യം കൊടുത്തിരുന്നത്. സോ അതിൽ തന്നെ കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ട് കാൾ മാർക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഏംഗൽസിനെ മീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫെഡറിക് ഏംഗൽസിനെ അദ്ദേഹം അവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. ഏംഗൽസ് ഒരു കോട്ടൺ മാനുഫാക്ചറർ ആയിരുന്നു. അവർ തമ്മിൽ വളരെ ഡീപ്പ് ബോണ്ട്സ് ഷെയർ ചെയ്യുകയും അങ്ങനെ വർക്കിംഗ് ക്ലാസിന്റെയും അവിടെയുള്ള മാനുഫാക്ചറിങ് ആയിട്ടുള്ള എക്കണോമിക് പ്രൊഡക്ഷൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കാൾ മാർക്സിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു, ഹെൻറി സൈമണിന്റെ പല ഫിലോസഫീസും ഇദ്ദേഹവും ഉൾക്കൊണ്ടെടുത്തിരുന്നു. മെറ്റീരിയലിസ്റ്റിക് ഹിസ്റ്ററീസിൽ ഹെഗലിയൻ ഫിലോസഫി ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ തന്നെ സൈമണിന്റെ പല ഈ പ്രൊഡക്ഷൻ ആസ്പെക്ട്, എക്കണോമിക് ആസ്പെക്റ്റുകൾ പലതും എടുത്തിട്ടായിരുന്നു പിന്നീടുള്ള കാൾ മാർക്സിന്റെ മുന്നോട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം പേർഷ്യൻ കിങ്ഡമിന് എതിരായിട്ട് ഒട്ടേറെ ലേഖനങ്ങൾ എഴുതിയത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പാരീസിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. പാരീസിൽ നിന്നും ഇദ്ദേഹം പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം ഒരു റെവല്യൂഷണറി മാർക്സ് ആയിട്ട് മാറുന്നത്. ആദ്യം നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു ലോ പഠിക്കാൻ പോയ ഒരു നിയമ വിദ്യാർത്ഥി എങ്ങനെയാണ് ആദ്യം ഒരു ഫിലോസഫറായി, അതിനുശേഷം അദ്ദേഹം ഒരു റെവല്യൂഷണറി മാർക്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പാരീസിൽ നിന്നും ഇദ്ദേഹത്തെ എക്സ്പെൽ ചെയ്തതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ വർക്കേഴ്സ്, അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പാരീസിൽ വെച്ച് തന്നെ ഇദ്ദേഹം പല തൊഴിലാളികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കാനും തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ലേബേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. അവിടെ നിന്നും അത്രയും നാൾ ഒരു ഫിലോസഫറായി, ഒരു ലോയറിൽ നിന്ന് ഫിലോസഫറായി, അതിനുശേഷം അദ്ദേഹം ഒരു എക്കണോമിസ്റ്റായി, പിന്നെ ഒരു റെവല്യൂഷണറി മാർക്സ് എന്ന ചേഞ്ച് നമുക്ക് അവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റെവല്യൂഷണറി മാർക്സ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് മാർക്സ് ഒരു വിപ്ലവകാരിയായി മാറിയത്. പാരീസിൽ നിന്നും എക്സ്പെൽഡ് ആയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ലേബേഴ്സ് രൂപീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ, അല്ലെങ്കിൽ ആ ഒരു ലേബേഴ്സിന്റെ ഫെഡറേഷൻ ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ഓർഗനൈസറും ലീഡറും ഒക്കെ ആയിട്ട് മാറുകയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവിടെ നിന്നും 1847 കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ലണ്ടൻ ബ്രാഞ്ച് അദ്ദേഹത്തോട് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതായത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗിന് അവർക്ക് ചില ഒബ്ജക്റ്റീവ്സ്, എയിംസ് ഇങ്ങനെയുള്ളതൊക്കെ വേണം. നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ രൂപീകരിച്ചാലും അതിന്റെ പ്രവർത്തനങ്ങളെയും മറ്റുമൊക്കെ ഒന്ന് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആവശ്യമാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ലേബേഴ്സിനുള്ള ഓർഗനൈസേഷൻ, കമ്മ്യൂണിസ്റ്റ് ലീഗ് ഓർഗനൈസേഷനും അത്തരത്തിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലണ്ടൻ ബ്രാഞ്ച് കാൾ മാർക്സിനോട് ആവശ്യപ്പെടുകയും 1 വർഷത്തിനകം 1848 തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കി നൽകുകയും ചെയ്തു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ പാരീസ് റെവല്യൂഷൻ നടക്കുന്നത്. പാരീസ് റെവല്യൂഷൻ നടന്നതിനോടുകൂടി നമുക്കറിയുന്ന പോലെ എന്താണ്, ജർമ്മനിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിൽ പരമായിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് പാരീസിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹത്തെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്തെങ്കിലും പാരീസ് റെവല്യൂഷന് ശേഷം വീണ്ടും കാൾ മാർക്സിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം വീണ്ടും ഒരുപാട് ക്രിട്ടിക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഫേവർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പല അതോറിറ്റീസിനും എതിരായിട്ടുള്ള ഒട്ടേറെ ലേഖനങ്ങളും മാഗസിൻസും സ്കോളേഴ്സ് പേപ്പേഴ്സും
പേപ്പേഴ്സും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്. ഒരു റവല്യൂഷണറിയിൽ നിന്നും ഒരു സോഷ്യോളജിസ്റ്റ്, എക്കണോമിസ്റ്റ്, അങ്ങനെ പല ആസ്പെക്റ്റുകളിലേക്ക് അദ്ദേഹം മാറാനായിട്ടുള്ള എന്തൊക്കെ ഇൻഫ്ലുവൻസുകളാണ്, സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള എന്തൊക്കെ സ്വാധീനങ്ങളാണ് കാൾ മാർക്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ ഒട്ടേറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് സംസ്കാരം, കൾച്ചറൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഒട്ടേറെ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു പീരീഡാണ് 18th സെഞ്ചുറി ആൻഡ് 19th സെഞ്ചുറി എന്ന് പറയുന്നത്. ആ സമയത്ത് എന്താണ്, നമ്മുടെ ഫ്യൂഡലിസത്തിൽ നിന്ന് മാറി ഒരു ക്യാപിറ്റലിസം എന്ന ഒരു നിലയിലേക്ക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ മാറിയ ഒരു സമയം കൂടിയായിരുന്നു. അതായത് അതുവരെ നിലനിന്നിരുന്നത് ഒരു തരം മാടമ്പി ഭരണകാലങ്ങളായിരുന്നു അല്ലെ. എന്താണ്, ഒരു ലാൻഡ് ഓണർ കാണും, അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ കൂടുതലും എന്താണ്, ഏൺ ചെയ്യുന്നതിന്റെ മുക്കാലും ഈ ലാൻഡ് ഓണറിനെ ആയിരിക്കും പോകുന്നത്. അങ്ങനത്തെ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു അതുവരെ അവിടെ നിലനിന്നിരുന്നത്. അപ്പം റിലീജിയസ് ആയിട്ട് ഹൈ ക്ലാസ്, അങ്ങനെ ലോ ക്ലാസ്, അങ്ങനെയുള്ള ഡിവിഷനും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു 18th സെഞ്ചുറിക്ക് മുന്നേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഗിനിങ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആ ഒരു 19th സെഞ്ചുറിയിലേക്കുള്ള ഒരു തുടക്കമൊക്കെ ആയ സമയത്ത് വലിയ ചേഞ്ചസ് വരികയും ഈ ഫ്യൂഡൽ സിസ്റ്റം മാറി ക്യാപിറ്റലിസം അഥവാ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് മാറിയതുമായ ഒരു പീരീഡാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. സോ നമുക്കറിയാം എന്താണ് ക്യാപിറ്റലിസം. അപ്പം എന്താണ്, ഒരു മുതലാളിത്വം അങ്ങനെയുള്ള ഒരു ഡിവിഷൻ അവിടെ വരാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് പല പല ക്ലാസ്സസ്, പുതിയ ക്ലാസ്സസ് ഒക്കെ എമേർജ് ചെയ്ത് വന്നത്. അതായത് പ്രൊലിറ്ററേറ്റ് എന്നും ബൂർഷ്വാസീസ് എന്നും ഒക്കെ പറയുന്ന രണ്ട് ക്ലാസ്സസ്, അതായത് വർക്കിംഗ് ക്ലാസ്സസും ക്യാപിറ്റലിസ്റ്റും ഓണേഴ്സും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് മീൻസ് ആൻഡ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് അടുത്തൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.